മലയാളം ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നന്നായി ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ. അപ്പോൾ ഇവർ ക്യാപ്റ്റൻസി ടാസ്ക് നടത്തുന്നില്ല, 3 പേര് ഒരുമിച്ച് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ഇമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ, 3 പേരും ഡയറക്റ്റ് നോമിനേഷനിലേക്കൊക്കെ പോകാം. അപ്പോൾ ആരൊക്കെയാണ് ആ 3 പേര്? നെവിന്, അതുപോലെ തന്നെ അക്ബർ, ആര്, ഇവർ 3 പേര് ഒരുമിച്ച് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. അവർ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടീസൊക്കെ നിശ്ചയിച്ചു. അപ്പോൾ വെസൽ ടീം ആക്കിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെയും അനുമോളെയാണ്. അതിൽ തന്നെ അനുമോളാണ് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും, കാരണം ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസിൽ അനുമോൾ ഒരുപാട് ചെയ്തതുകൊണ്ട് ഷാനവാസ് അങ്ങോട്ടും തിരിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച. അപ്പോൾ അനുമോളുടെ ക്യാപ്റ്റൻസി ആണല്ലോ. അപ്പോൾ ഇതിൽ രസം അതൊന്നുമല്ല. ഷാനവാസ് ചോദിക്കുന്നത്, മേഡം മേഡം ഹാപ്പിയാണോ? അവർ രണ്ടുപേരും അങ്ങോട്ട് തമാശയാണ് കേട്ടോ. ഹാപ്പിയാണോ? അല്ല, ഞാൻ ഹാപ്പി അല്ല, അനുമോൾ പറയുന്നുണ്ട്. അയ്യോ, എൻ്റെ മേഡം ഹാപ്പി അല്ല, എൻ്റെ മേഡം ഹാപ്പി അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷാനവാസ് ഭയങ്കര അഭിനയിച്ച് തകർക്കുന്നത്, എൻ്റെ മേഡം ഹാപ്പി അല്ല. അപ്പോൾ ടീം ക്യാപ്റ്റൻ അനീഷേ നീ ഹാപ്പിയാണോ? ഇല്ല, എനിക്ക് ഹാപ്പി ഇല്ല. അയ്യോ, അനീഷ ഹാപ്പി അല്ല, എൻ്റെ ഫ്രണ്ട് ഹാപ്പി അല്ല, എനിക്ക് ആ ഫേസ് നോക്കി സഹിക്കാൻ പറ്റുന്നില്ല. അക്ബർ, ആര്യൻ, നെവിൻ ഇദ്ദേഹത്തെ ടീം ക്യാപ്റ്റൻ ആക്കും. അപ്പോൾ നമ്മുടെ 4 പേര്, അനീഷ്, ആദില, നൂറ ആൻഡ് സാബുമ്മ, ഇവർ 4 പേരാണ് ഫ്ലോർ ടീം ആൻഡ് ബാത്റൂം ടീമാണ്. അപ്പോൾ ഇവരിൽ ക്യാപ്റ്റൻ നൂറയാണ്. അപ്പോൾ പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതല്ല, ഒരിക്കലും ഹാപ്പി ആയിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നൂറനെ മാറ്റി ഇയാളാക്കൂ ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് പറ്റില്ല, അയാൾ വേണമെങ്കിൽ ടേബിൾ മാത്രം തുടയ്ക്കുന്ന ഒരു ആൾ, അയാൾ തന്നെ മെമ്പർ, അയാളെ തന്നെ ക്യാപ്റ്റൻ ആക്കാമെന്ന് പറഞ്ഞാൽ അനീഷിനെ അങ്ങനെ ക്യാപ്റ്റൻ. അനീഷ് ചിരിച്ചിട്ടൊരു ഭാഗത്ത് ചെന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷാനവാസിൻ്റെ ചിരിയും കളിയൊക്കെ കണ്ട് അനീഷിന് ഇങ്ങനെ ചിരി വരുന്നുണ്ട്. നോക്കടാ എന്ന് പറഞ്ഞ് തിരുമ്മിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കുമ്പോൾ നമ്മുടെ അനുമോൾ ഭയങ്കര വർക്ക്. അനുമോൾക്ക് പറഞ്ഞ ഡ്യൂട്ടി ഒന്നുമില്ല ചെയ്യുന്നത്. അനുമോൾ വെസൽ ടീമാണ്, പക്ഷെ അനുമോൾ വൃത്തിയാക്കുന്നത് അവരുടെ അകത്ത് ഫ്ലോറാണ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കടാ, എൻ്റെ ക്യാപ്റ്റനൊന്ന് തിരിഞ്ഞ് നോക്ക് നിങ്ങൾ, അനീഷയെ കുശുമ്പൊന്നും ആയിട്ട് കാര്യമില്ല കേട്ടോ. ഷാനവാസ് പറയുകയാണ് കേട്ടോ, നന്നായി ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആര്യനും അക്ബറും നെവിനൊക്കെ പറയേണ്ടത് ശരി, അത് ശരി തന്നെ, നന്നായി ചെയ്യുന്ന ആൾക്ക് ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ക്യാപ്റ്റന് നല്ല ഗിഫ്റ്റ് തന്നെയാണ് ഈ ആഴ്ചയിൽ കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഇതിനൊന്നും കണ്ണു വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, എൻ്റെ ക്യാപ്റ്റൻ അനുമോൾ ചെയ്യുന്ന കണ്ടില്ലേ മേഡം, മേഡം ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ വീക്ക് അനുമോൾ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മേഡം ചിരിക്കാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല മേഡം, ഷാനവാസ് പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, അത് ശരിയാ, ഗിഫ്റ്റ് കിട്ടുമ്പോൾ ചിരിക്കാതെ ചെയ്തിട്ടൊന്നും കാര്യമില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയാം, നിങ്ങളൊന്നും പറയാത്ത ഡ്യൂട്ടിയാണ് എൻ്റെ മേഡം ചെയ്യുന്നത്, അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ. ആ പൂക്കളിട്ട ഡ്രസ്സിട്ട മേഡത്തിനൊക്കെ എന്തിനു കൊള്ളാം, അത് നൂറനെ വെറുതെ വെക്കുന്നതാണ്. മേഡം ഒരു കാര്യം പറയട്ടെ, അനുമോളോട് പറയാം, സമ്മാനം കിട്ടിയ 1-2 പീസ് എനിക്ക് തരണം കേട്ടോ, പ്ലീസ് മേഡം, എനിക്ക് തരില്ലേ? അപ്പോൾ അനുമോള്, സാറെന്താ ഒന്നും ചെയ്യുന്നില്ലേ? അയ്യോ, മേഡം തന്നെ ചെയ്തോളൂ, മേഡത്തിന് പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി അല്ലല്ലോ മേഡം ചെയ്യുന്നത്, ഈ ഡ്യൂട്ടി മേഡം തന്നെ ചെയ്തോളൂ, ഞാൻ ഇവിടെ നിന്ന് ചിരിച്ചോളാം, നീ ചിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ സമ്മാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ്